കൊച്ചി നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ നടപടികൾ പോലീസ് ഊർജിതമാക്കി. കേസിലെ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിക്കും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ. യഥാർത്ഥത്തിൽ CISFന് വലിയ മാനക്കേടുണ്ടാക്കിയ ഒരു സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളുമാണ് ഈ നീചമായി കൊലപാതകം നടത്തിയത്. ഒരു വീട്ടിലെ ഏക മകനെയാണ് ഇവർ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ചെറിയൊരു വാഹന തർക്കം, ഓവർ സ്പീഡ് ചെയ്തു, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് ഉരച്ചു എന്നൊക്കെ പറഞ്ഞ് റോഡിൽ സംഭവിക്കുന്ന സാധാരണ ഒരു കാഴ്ചയ്ക്ക് മറുപടിയായിട്ട് കൊലക്കത്തി എടുത്തവരാണ് ഇവർ. വണ്ടി ഇടിച്ച് ഇയാളെ കൊലപ്പെടുത്തി. ഈ നാട് ഇവരോട് ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല. പറയൂ നിതിൻ. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചപ്പോൾ തന്നെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുക, അതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറത്തു വന്നത്. അതും CISF ഉദ്യോഗസ്ഥരായ 2 പേരാണ്. വിനയ്കുമാറും മോഹൻകുമാറുമാണ് പ്രതികൾ. നിലവിലിപ്പോൾ ഇരുവരും 14 ദിവസം റിമാൻഡിലാണ്. ഇതിന്റെ തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ള അപേക്ഷ ഇന്ന് സമർപ്പിക്കും. അതിനുശേഷം ഇരുവരെയും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലും വലിയ പ്രതിഷേധം ഈ പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും തെളിവെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ ജനരോക്ഷം ഈ പ്രതികൾക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് എല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയോടുകൂടി തന്നെയാകും ഇവരുടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. നേരത്തെ SKN സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇരുവർക്കുമെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ശക്തമായ നടപടിയിലേക്ക് CISF കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആഭ്യന്തര അന്വേഷണം വൈകാതെ ആ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ CISF ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മാത്രമല്ല, ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ളൊരു നീക്കവും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടിയെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.